ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇവിടെ വന്നൊരു ആശംസ പറയേണ്ടി വരുന്നു. ഇനി ആദ്യം തന്നെ ഞാനിതുപോലെ ഒരു തുടക്കക്കാരിയായിട്ട് തന്നെയാണ് മലയാള സിനിമയിലേക്ക് എൻട്രി ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു സ്ട്രെസ്സും അതിൻ്റെ ഒരു പെയിനൊക്കെ മനസ്സിലാവും. പക്ഷെ അതേ സമയം തന്നെ ഒരു ആദ്യമായിട്ട് കഥ എഴുതി, അതായത് ഒരുപാട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പുള്ളിക്കാരൻ ആദ്യമായിട്ടാണ് ഒരു ഫീച്ചർ ലെങ്ത് ഫിലിം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി. അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഒരു എഫേർട്ടൊക്കെ അതിലും ഭീകരമായിരിക്കും. മാത്രമല്ല, അങ്ങനെ ഒരു സിനിമയ്ക്ക് നേരത്തെ അതൊക്കെ പറഞ്ഞതുപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് എടുത്തു പറയണം. താങ്ക് യു സോ മച്ച്. ഞാനിവിടെ വരാനുണ്ടായ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഒന്നിച്ച് എൻ്റെ മലയാള സിനിമയുടെ തുടക്കം എന്ന് പറഞ്ഞാൽ ഒരു അസിസ്റ്റൻറ്റ് ഡയറക്ടറായിട്ടായിരുന്നു. അന്ന് അതിൽ സെക്കൻഡ് ക്യാമറ ചെയ്തത് ഞങ്ങൾ എന്ന് വിളിക്കുന്ന അഭിലാഷായിരുന്നു. അപ്പോൾ അദ്ദേഹമാണ് എന്നോട് പറഞ്ഞ്, ചേച്ചി വരണം, ഞാൻ ആദ്യമായിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് DOP ആയിട്ട് വരുന്നൊരു പടമാണ്. അപ്പോൾ ഞാൻ ഇവിടെ ഇത്രയും സുഹൃത്തുക്കളെ പിന്നെ പ്രതീക്ഷിച്ചില്ല. വന്നപ്പോഴാണ് പിന്നെ വിവേക് ഇതിൻ്റെ ലിറിസിസ്റ്റാണെന്ന് മനസ്സിലാക്കുന്നത്. പിന്നെ കുറേ സുഹൃത്തുക്കൾ വരുന്നുണ്ട്. അപ്പോൾ എനിവേ, നേരത്തെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഒരു പടം ഉണ്ടായി വരിക എന്നൊക്കെ പറഞ്ഞത് നമ്മൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നുണ്ട് അതിൻ്റെ പിന്നിലെ സ്ട്രാറ്റജിയും പെയിനൊക്കെ. അതുകൊണ്ട് തന്നെ ഇത്തരം പടങ്ങൾ ചെറുത് വലുതെന്നുള്ളതില്ല, സിനിമയേ ഉള്ളൂ. ചെറുത് വലുതെന്ന് പറയുന്നതിൽ എനിക്ക് ഭയങ്കര വിയോജിപ്പുള്ള ഒരാളാണ്. അത് 5 മിനിറ്റിൻ്റെ ആണെങ്കിലും 5 മണിക്കൂറിൻ്റെ ആണെങ്കിലും ആ സിനിമയെ അങ്ങനെ തന്നെ മനസ്സിലാക്കി അങ്ങനെ തന്നെ ഏറ്റെടുക്കണം തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ സിനിമ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് അവിടെ സുനിൽ അവിടെ ഇല്ല. ഈ വിത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഇതിനകത്ത് എനിക്കിതിൻ്റെ ഒരു പ്രസൻറ്റേഷൻ, സാധാരണ വിത്തിനെ നമ്മൾ പുതിയ ഭാവുകത്തിലേക്ക് ആനയിക്കുമ്പോൾ ഉണ്ടാകുന്ന വലിയ വലിയ വിശാലമായ മാനങ്ങളുണ്ട്. അപ്പം ഇതിനകത്ത് അത് എന്താണെന്നുള്ളതാണ്. എനിവേ, പാടിയ നിങ്ങളും അതിഗംഭീരമായിരുന്നു പാട്ട്. അതൊക്കെ വളരെ രസമായി. വളരെ രസമായി പാട്ടുകൾ. നമുക്ക് ആ എഴുതിയത് വിവേകാണല്ലോ, ഉണ്ടല്ലോ, അദ്ദേഹം പറഞ്ഞു. നിങ്ങൾക്കും വളരെ രസമായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഓരോ നിമിഷം ഞങ്ങളെ കുട്ടിക്കാലത്ത് ഞാനൊക്കെ കേട്ട് വളർന്നത് യോഡിയൻ കഥകൾ കേട്ടിട്ട് വളർന്ന ഒരാളാണ്. മനയും പാടും പറമ്പൊക്കെ ഉള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ മിത്തിനെ നിങ്ങൾ എങ്ങനെ പ്ലേസ് ചെയ്തിരിക്കുന്നു ഇന്നത്തെ ഈ ആധുനിക കാലത്തേക്ക് എന്ന് അറിയാനുള്ള നല്ല ആകാംക്ഷയുണ്ട്. അതുകൊണ്ടും ഞാൻ എന്തായാലും തിയേറ്ററിൽ പോയി കാണും എന്നൊരു ഉറപ്പ് മാത്രമേ എനിക്കിവിടെ തരാൻ പറ്റുള്ളൂ. എല്ലാവരും ഈ സിനിമയെ സപ്പോർട്ട് ചെയ്യണമെന്ന് ഒരിക്കൽ കൂടെ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു.